ഹായ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഒരു മാജിക് പെൻ മാനിഫെസ്റ്റേഷൻ്റെ വീഡിയോ ആയിട്ടാണ്. അതായത് നമുക്കറിയാം, ഒരു പേന നമ്മുടെ ജീവിതത്തിൽ മൊത്തം മാറ്റിമറിക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരിക്കലും ഇല്ല, നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അത് വിശ്വസിക്കത്തില്ല. ഒരു പേന എങ്ങനെ നമ്മുടെ ലൈഫിൽ മാറ്റിമറിക്കാം? അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് ഞാൻ ഈ പെന്നിനെ കുറിച്ച് പറയുന്നത്. ഈ ഒരു പെൻ, അതായത് ഈ ഒരു പെൻ എൻ്റെ ലൈഫിൽ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവന്നു, അത് എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവന്നത്, അതുപോലുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വേണോ എങ്കിൽ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ ശ്രമിക്കുക. സ്കിപ്പ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും നമുക്ക് മിസ്സായി പോകും. ഇനി മാജിക് പെൻ എന്ന് പറഞ്ഞിട്ട് ഞാനിത് മാജിക് പെൻ ആണെന്ന് പറഞ്ഞ് ഇതുപോലുള്ള ഏതെങ്കിലും പെൻ വാങ്ങിച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ട് സക്സസ് ആയില്ലെങ്കിൽ പിന്നെ എന്നെ ഒന്നും പറയരുത്. ഈ മാജിക് പെൻ ഉപയോഗിച്ചിട്ട് ഒത്തിരി മാറ്റങ്ങൾ വന്നു കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ മാജിക് പെൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച പേനയാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച പേനയാണ്, പക്ഷേ നോർമൽ പെന്നാണ്. സാധാരണ നമ്മൾ എഴുതുന്ന പേനയുണ്ടല്ലോ, ആ ഒരു പേനയാണ്. പക്ഷേ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. നോർമൽ പേന നമുക്ക് എങ്ങനെ മാജിക് പെന്നാക്കി അല്ലെങ്കിൽ മാജിക് പെൻ മാനിഫെസ്റ്റേഷനിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം എന്നൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം. ഇതിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഇത് യാതൊരു രീതിയിലും കള്ളവോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമല്ല. മാനിഫെസ്റ്റേഷൻ ചെയ്ത് നോക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം കുറേ ദിവസം നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യും. എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്ന് ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് ആ ഒരു പ്രതിസന്ധി ൊക്കെ മാറി നമുക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇനി എൻ്റെ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരു ഡ്രീം ഉണ്ടായിരുന്നു. ആ ഡ്രീമിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പെന്നാണ് യൂസ് ചെയ്തത്. പെന്ന് യൂസ് ചെയ്തിട്ടുണ്ട്, ഗ്ലാസും വാട്ടർ ഒക്കെ ഒഴിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എല്ലാവരും സാധാരണ കൂടുതൽ എഴുതുന്നൊക്കെ ആൾക്കാരാണെങ്കിലും നോർമലി നമുക്കൊരു പേന ഇല്ലാത്ത വീടൊന്നുമില്ല. എല്ലാവരുടെയും വീട്ടിൽ പേന ഉണ്ടായിരിക്കും. വലിയ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ പറയുന്നത്. വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് മറക്കാതിരിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഞാനിവിടെ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇത് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ വിട്ടുപോകും. അപ്പോൾ വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സൈഡിൽ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് പറഞ്ഞു അത് പറഞ്ഞില്ലല്ലോ, ഇത് പറഞ്ഞില്ലല്ലോ, മിസ്സായി പോയല്ലോ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ മിസ്സാവാതിരിക്കാനാണ് ഇന്ന് ഞാനത് കറക്റ്റായിട്ട് എഴുതി വെച്ചത്. കുറേ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ മിസ്സായി പോകും. അപ്പോൾ ഞാൻ ഈ പറയുന്ന മാജിക് പെൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വെറും നിങ്ങൾക്കൊരു കളിയായിട്ട് തോന്നാമെങ്കിലും, പക്ഷേ ഇതൊന്നും ഒരിക്കലും ഒരു കളിയല്ല. നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ ചേഞ്ച് കൊണ്ടുവന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ 100% വർക്കിംഗ് ആണ്. ഇത് വിശ്വാസത്തോടു കൂടി ചെയ്യുക. വിശ്വാസത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ വർക്കിംഗ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ അത് സാധിക്കും. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ ഒരു പെൻ നമുക്ക് മാജിക് പെൻ അല്ലെങ്കിൽ മാജിക് പെൻ മാനിഫെസ്റ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുന്നത്? ഫസ്റ്റ് ഇതിന് വേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ ഒരു പേന വേണം, പിന്നെ ഒരു ബുക്ക് വേണം, പിന്നെ നമുക്ക് കുറച്ച് ഡയലോഗ്സ് ഉണ്ട്, ആ ഡയലോഗ്സും വേണം. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് ഞാൻ ഈ ഒരു പേനയുണ്ടല്ലോ, ഈ ഒരു പേനയെ വിശ്വാസത്തിൻ്റെ ഉപകരണമാക്കിയാണ് വെച്ചിരിക്കുന്നത്. അതായത് ഞാൻ ഈ ഒരു പെൻ എൻ്റെ മാജിക് പെൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഇതൊരു വിശ്വാസമാണ്. ഓക്കെ, ഈ ഒരു പെന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാം ഈ പെന്നിലൂടെ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ഒരു പെന്നെടുത്തിട്ട് മനസ്സിൽ ബിലീവ് ചെയ്യുക. എന്താണ് ബിലീവ് ചെയ്യേണ്ടത്? ഇത് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു പേനയാണെന്ന് മനസ്സിൽ വിചാരിക്കുക. മനസ്സിൽ വിചാരിച്ച ശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണ്, ആ ആഗ്രഹം ജസ്റ്റ് ഒരു ബുക്കിലേക്ക് എഴുതുക. ആ ബുക്ക് എപ്പോഴും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബുക്കായിരിക്കണം. ആ ബുക്കിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഇത് നമ്മളിങ്ങനെ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ വിശ്വസിച്ചാണ് എഴുതുന്നത്. ഇതെൻ്റെ ലൈഫിൽ സാധിക്കും, ഇതാണ് എനിക്ക് വേണ്ടത്, ഇത് ഞാൻ കണ്ടിന്യൂസ് ഇതുപോലെ ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് നമ്മുടെ മനസ്സുകൊണ്ട് വിചാരിക്കുക. ആദ്യം ഞാൻ പറയുകയാണ്, ഇതെന്താണ്, ഇതൊരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. അതായത് ഞാനിങ്ങനെ എഴുതി എൻ്റെ മനസ്സിലെ ഉറപ്പിക്കുകയാണ്. എന്താണ് മനസ്സിനെ ഉറപ്പിക്കുന്നത്? എൻ്റെ സബ് കോൺഷ്യസ് ആയിട്ടുള്ള ആ ഒരു മൈൻഡിനെ ഞാൻ റീറൈറ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ്? എൻ്റെ കാര്യങ്ങൾ നടക്കും, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത്,
നമ്മൾ ആദ്യം ഒരു പേന എടുക്കുന്നു. അതിനുശേഷം അതിന് നമ്മൾ എന്താണ് സബ് കോൺഷ്യസ് മൈൻഡിനെ ഉറപ്പിക്കാൻ വേണ്ടി റീറൈറ്റ് ചെയ്യിപ്പിക്കുകയാണ്, ഒന്നുകൂടെ മൈൻഡിൽ എഴുതി പിടിപ്പിക്കുകയാണ്. എന്താണ് എഴുതി പിടിപ്പിക്കുന്നത്? ഈ ഒരു പേന എന്ന് പറയുന്നത് മാജിക് പെന്നാണ്. ഈ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ച ഒരു പേരിടത്തില്ലേ, വീട്ടിലെ നായയ്ക്ക് നമ്മളൊരു പേരിടത്തില്ലേ, അതുപോലെ എല്ലാത്തിനും നമ്മളൊരു പേരിട്ടാണ് വിളിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു പെന്നിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? മാജിക് പെന്നെന്ന് വിളിക്കാം. ഇനി ദിവസേന നമ്മൾ എല്ലാ ദിവസവും വളരെ വിശ്വാസത്തോടെ, വളരെ ബിലീവ് ചെയ്തിട്ട്, അതായത് എൻ്റെ കാര്യങ്ങൾ നടക്കും, വളരെ ബിലീവ് ചെയ്ത്, വളരെ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്ന കാര്യം, ആ ഒരു കാര്യം ആദ്യം ഒരു കാര്യം ആഗ്രഹിക്കുക. ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അവസാനം എല്ലാം കൂടെ കൺഫ്യൂസ്ഡ് ആയി പോകും. ഒന്നും നടന്നില്ലല്ലോ എന്നുള്ള രീതിയിലാവും. അപ്പോൾ ആദ്യം ഒരു കാര്യം ആലോചിക്കുക, ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഫസ്റ്റ് പ്രയത്നിക്കുക. അപ്പം നിങ്ങൾ എന്താണ് ഫസ്റ്റ് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ എഴുതുക. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് എനിക്കറിയാം, അതായത് ഞാനിപ്പോൾ എൻ്റെ രീതിയിലൊരു ഡയലോഗ് പറയാം. എനിക്കറിയാം ഞാൻ ആഗ്രഹിച്ച ഈ ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്കറിയാം എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ബാങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടണം എന്നാണ്. എൻ്റെ ആഗ്രഹം പെട്ടെന്ന് എനിക്ക് ബാങ്കിൽ ജോലി വേണം, എനിക്ക് ബാങ്കിൽ ജോലി വേണം. ഇത് ഞാനൊരു എക്സാമ്പിൾ പറയുവാണ്. ഇങ്ങനെ ഞാനൊന്ന് എഴുതി. ഇത് അതായത് ഈ ഒരു പേന കൊണ്ട് സാധിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡിലും ഓൾറെഡി ഞാൻ എന്താണ് ഈ പേന വെച്ച് പോസിറ്റീവ് എനർജി കൺവേർട്ട് ചെയ്തിട്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ റീറൈറ്റ് ചെയ്തിട്ടാണ് ഞാനിത് വളരെ മനോഹരമായിട്ട്, നമ്മളിങ്ങനെ വലിച്ചു വാരി എഴുതുന്ന രീതിയല്ല, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ മനസ്സിൽ പറഞ്ഞിട്ട് അത് ഇതുപോലെ തന്നെ ഞാൻ പേപ്പറിലേക്ക് എഴുതുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ബുക്കിലേക്ക് എഴുതുമ്പോഴത്തേക്ക് ഞാനൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു വൈബ്രേഷൻ അവിടെ എനിക്കുണ്ടാകും. അതായത് എനിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷൻ ഉണ്ടാകും. ഞാൻ കുറേ കാര്യം അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണ്. അതായത് ഇതെൻ്റെ ഒരു മാജിക് പെന്നാണ്, മനസ്സിൽ വിചാരിക്കുന്നു ഇതെൻ്റെ മാജിക് പെന്നാണ്, എനിക്കിത് വിശ്വാസമാണ്, 100% ഉറപ്പാണ്. യൂണിവേഴ്സ് എനിക്കിത് കൊണ്ടുവന്ന മാജിക് പെന്നാണ്, ഈ പെന്ന് വെച്ചിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുമല്ലോ. പിന്നെ ഞാൻ എന്താണ് വേറെ ചെയ്യുന്നത്? ഞാൻ എഴുതുവാണ് എനിക്ക് ജോലി വേണം, എനിക്ക് ജോലി വേണം, എനിക്ക് ഇന്ന ജോലി വേണം. നിങ്ങളുടെ എന്താണ് ആഗ്രഹം, ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, എഴുതി പിടിക്കുകയാണ്. അതായത് ഇത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ മൈൻഡിനെ എന്തുണ്ടാക്കും? വൈബ്രേഷൻ ഉണ്ടാകും. നമുക്കറിയാം നമ്മുടെ മൈൻഡിനെ ഈ ഒരു പേന എന്ന് പറയുന്ന ഈ ഒരു ചെറിയ വസ്തു കൊണ്ട് നമ്മുടെ മൈൻഡിനെ വൈബ്രേഷൻ ഉണ്ടാക്കും. കാരണം അത് വലിയ വസ്തുവാണെന്ന് നമ്മുടെ മൈൻഡിനെ ഉറപ്പിക്കും. അതൊരു സത്യം, ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത് ബ്രെയിൻ ആനിമേഷൻ എന്ന് പറയും. അതായത് സ്ക്രിപ്റ്റിംഗ് മെത്തേഡ്. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് വേർഡ്സ് എഴുതുന്നു. വേർഡ്സ് എഴുതിയത് ബ്രീഫായിട്ട് എഴുതി വെക്കുന്നു. അത് നമ്മൾ മനസ്സിൽ ഫീൽ ചെയ്യുന്നു. അത് നടക്കുന്നത് പോലെ, എനിക്ക് ജോലി കിട്ടുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. അത് ആക്ഷൻ എടുക്കുന്നു. അപ്പോൾ എനിക്കൊരു എക്സ്പ്രഷൻ വരുന്നു, മനസ്സിൽ ഭയങ്കര സന്തോഷവും കാര്യങ്ങളും വരുന്നു. അത് റിയാലിറ്റിയിലേക്ക് ഞാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിലൂടെ ചെയ്യുന്നത്. അതായത് ബ്രെയിൻ ആനിമേഷൻ ചെയ്യുകയാണ്. ബ്രെയിനിൽ നമ്മൾ നടക്കാത്ത കാര്യങ്ങൾ നടന്നു വന്ന് നമ്മൾ ചിന്തിച്ച് വെക്കുകയാണ്. ഇനി ഡെയിലി നമ്മൾ ഇതെന്ത് ചെയ്യുക? എഴുതുക. അതായത് എല്ലാ ദിവസവും ഒരു ദിവസം എഴുതി വെച്ച് അവിടെ വൈൻഡപ്പ് ചെയ്ത് ഓക്കെ ഞാൻ നിർത്തുവാണ്, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ മാക്സിമം എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ മാക്സിമം നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടി അത് ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേർക്കാനായിട്ട് സാധിക്കും. ഇനി എത്ര നേരമാണ് നമ്മൾ ഈ ഒരു ഇത് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ്, 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ എഴുതുന്ന കണക്കിരിക്കും. അതായത് ഏത് സമയത്താണ് ഇത് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ വളരെ ഒരു 5 മിനിറ്റ് നമ്മളിത് ചെയ്താൽ മതി. മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് ചെയ്യുക. ഉച്ച സമയത്തൊന്നും ചെയ്യരുത്. ഉച്ച സമയത്തെന്ന് പറഞ്ഞാൽ വളരെ തിരക്കുള്ള, നമ്മൾ ആ ഉച്ച സമയം എന്ന് പറയുന്നത് വലുതായിട്ട് നമ്മൾ എടുക്കാറില്ല. രാവിലെയും രാത്രിയും, രാവിലെയും വളരെ നമ്മൾ ഏർലി മോർണിംഗും നമ്മൾ നൈറ്റ് ആണെങ്കിൽ മിഡ് നൈറ്റ് അല്ലെങ്കിൽ ഒരു 11 മണി 9 മണി കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് എഴുതുക. ഇനി എന്താണ് അഫർമേഷൻ സെൻറ്റൻസ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ പറയാറില്ലേ, ഇതിന് നമ്മൾ മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അഫർമേഷൻസ് ആണ്. അഫർമേഷൻസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് അഫർമേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നം സഫലമാക്കി, ഞാൻ എൻ്റെ സ്വപ്നം റിയാലിറ്റിയിലേക്ക് എത്തിക്കും, ഞാൻ എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കും. ഈ ഒരൊറ്റ സെൻറ്റൻസ് മതി. ഞാൻ എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കും. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ബാങ്കിങ് ആണെങ്കിൽ ബാങ്കിങ്, അല്ലെങ്കിൽ ടീച്ചിങ് ആണെങ്കിൽ ടീച്ചിങ്. എന്താണ് ആ ഒരു ഫീലോടെ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ 5 ടൈംസ്, അതായത് ജസ്റ്റ് ഒരു വട്ടമല്ല എഴുതേണ്ടത്, അത് 5 അല്ലെങ്കിൽ 10 മുതൽ, ഒന്നെങ്കിൽ 5 തൊട്ട് 10 മുതൽ 10 വരെ 5 മുതൽ നമുക്ക് 10 വരെ എഴുതാം. ആ സെയിം ലൈൻ തന്നെ നമുക്ക് ഡെയിലി 5 മുതൽ 10 പ്രാവശ്യം വരെ നമുക്ക് കണ്ടിന്യൂസ് നമുക്ക് എഴുതാം. ഇത് എഴുതുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡിൽ എന്താണ്, ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യിപ്പിക്കണം. പിന്നെ എക്സ്പെഷ്യലി ഒരു കാര്യം പറയുകയാണ്,
വായിൽ മുടിയേറുന്നു. എക്സ്പെഷ്യലി ഒരു കാര്യം പറയുകയാണ്, നമ്മൾ ഈ എഴുതുന്ന കാര്യം, ഞാൻ ഈ ബുക്കിനകത്ത് ഇത് എഴുതുന്നു, എനിക്ക് കാര്യസാധ്യത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ എഴുതി പിടിപ്പിക്കത്തില്ലേ, അങ്ങനെയൊന്നും നമ്മൾ എഴുതി പിടിപ്പിക്കരുത്. ഞാനിപ്പോൾ എന്താ പറയുന്നത്, ഞാൻ എൻ്റെ സ്വപ്നം സഫലമാക്കും, എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ബാങ്കിങ് ആണ്, അല്ലെങ്കിൽ ബാങ്കിൽ ജോലി കിട്ടുക എന്നത് പറയുന്നത് എൻ്റെ ആവശ്യമാണ്. ഇത് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഞാൻ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ ലൈഫിൽ ഇതൊക്കെ സക്സസ് ആവും എന്ന് പറഞ്ഞ് 10 പേരെ വിളിച്ച് നമ്മൾ എന്ത് ചെയ്ത് അറിയിക്കാതിരിക്കുക. മാക്സിമം ഒരു സീക്രട്ട് എന്ന് പറയുന്നത് നമ്മൾ സക്സസ് ആകുന്നത് വരെ അത് ആരെയും അറിയിക്കരുത്. പിന്നെ നിങ്ങളുടെ ഈ ബുക്കാണെങ്കിലും, നിങ്ങളുടെ ഈ ഒരു മാജിക് പെന്നായിട്ട് നിങ്ങൾ കൊണ്ട് നടക്കുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, ആ ഒരു പെന്നാണെങ്കിലും എപ്പോഴും അത് ഒരു നല്ലൊരു പ്ലേസിൽ, നമ്മൾ സീക്രട്ടായിട്ടുള്ള നല്ല ഒരു പരിശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് വെക്കുക. അതുപോലെ തന്നെ അതിന് നമ്മൾ എന്താണ് ഒരു വാല്യൂ കൊടുക്കുക. ആ ബുക്കിനാണെങ്കിലും ആ ഒരു പെന്നിനാണെങ്കിലും വാല്യൂ കൊടുക്കുക, മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക. ഇനി മറ്റൊരു ഡയലോഗാണ്, നമുക്കറിയാം ഇതെൻ്റെ, അതായത് നമ്മൾ പറയാറുണ്ട്, ഇത് എൻ്റെ ലൈഫിൽ ഈ ഒരു മാജിക് പെൻ വന്നതോടുകൂടിയാണ് എൻ്റെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടായത്. താങ്ക് യു യൂണിവേഴ്സ്, ഇതെനിക്ക് കൊണ്ടുവന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി. നമ്മൾ യൂണിവേഴ്സിന് താങ്ക് യു പറയണം. എത്രത്തോളം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിന് കൊടുക്കുന്നു, അത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡോടെ തിരിച്ച് നമുക്ക് അത് ലഭിക്കുന്നതാണ്. ഇനി അവസാനം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയല്ലോ. അപ്പം ഇതിപ്പോൾ എന്താണ്, എൻ്റെ ലൈഫിൽ ഇത് വന്നതോടുകൂടിയാണ് ഒരുപാട് മാറ്റങ്ങൾ, എന്തൊക്കെയോ സംതിങ് പോസിറ്റീവ് എൻ്റെ ലൈഫിൽ വന്നു, കുറേ പോസിറ്റീവ് കാര്യങ്ങൾ നടക്കുന്നു. അത് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കൂ. ഇനി എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ദിവസം നമ്മൾ ഇതെല്ലാം എഴുതി, അടുത്ത ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓരോ ദിവസവും നമ്മൾ എഴുതുമ്പോൾ കാം ആൻഡ് ക്വയറ്റായിട്ട് എഴുതുക, ഒന്ന് സ്മൈൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പെന്നെ ഒന്ന് ഹോൾഡ് ചെയ്യുക. അതായത് നമ്മൾ ഒന്നിനെ നമുക്ക് സ്നേഹിക്കുമ്പോഴേ ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് ജീവനുള്ള വസ്തുവാണെങ്കിൽ, ജീവനില്ലാത്ത വസ്തുവാണെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നമ്മളൊന്ന് സാഡായിട്ട് ഇമോഷണലി നമ്മൾ വീക്കായിട്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഒന്ന് മാത്രം വിചാരിച്ചാൽ മതി, എൻ്റെ കയ്യിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നുണ്ട്. ഈ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഈ ഒരു പെൻ കൊണ്ട് എൻ്റെ ലൈഫ്, അതായത് എൻ്റെ ജീവിതം മൊത്തം എനിക്ക് മാറ്റിമറിക്കാൻ സാധിക്കും. ബിക്കോസ് ഇതെന്താണ്, എൻ്റെ മാജിക് പെന്നാണ്. ഞാൻ എന്ത് വിചാരിക്കുന്നോ അതെല്ലാം തന്നെ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ വളരെ നന്ദി പറയുന്നു. ആരോടാണ് ഞാൻ നന്ദി പറയുന്നത്? യൂണിവേഴ്സിനോട് ഞാൻ വളരെ നല്ല രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൈൻഡിലോ നമുക്കല്ലാതെയോ നമുക്ക് യൂണിവേഴ്സിനെ നല്ല രീതിയിലൊന്ന് താങ്ക് യു പറഞ്ഞുകൊണ്ട് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. ഇത് ഡെയിലി നമുക്ക് എല്ലാ ദിവസവും ഇത് കണ്ടിന്യൂസ് ചെയ്യാം. ഒരു 21 ദിവസം അല്ലെങ്കിൽ 21 ദിവസത്തിന് മുമ്പ് നല്ലൊരു കോൺസെൻട്രേഷൻ, നല്ലൊരു ഫോക്കസ് സ്കില്ലുള്ളൊരു ആൾക്ക് നല്ല രീതിയിൽ ചെയ്ത് അവരാഗ്രഹിക്കുന്ന ഓരോ സ്റ്റേജിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. നിങ്ങൾ ആദ്യം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുക, പിന്നീട് അത് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ആദ്യം സിമ്പിൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പതിയെ നമുക്ക് ഹയർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് കയറാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പേനയെന്ന് പറയുന്നത് ഈ കാണുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേരെ തേടിയിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കൈവശം ഏത് പേനയാണുള്ളത്, ആ പേന നിങ്ങളുടെ മാജിക് പെന്നായിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റം വരുത്താനായിട്ട് സാധിക്കും. അത് 100% ഉറപ്പാണ്. നമ്മുടെ മൈൻഡ് ഫോക്കസ് ഔട്ട് ആവാതെ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവ് വൈബോടെ നമ്മളത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും നടക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എനിക്ക് വർക്കിംഗ് ആയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി പിന്നീട് കാണാം. ഓക്കെ, ബൈ.